11-ാം തീയതി വരെ ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കൂടി ഉണ്ട്. ട്രിപ്പൻസ് 3 മണിക്ക് പുലർച്ചെ 3 മണി 4 മണിക്ക് ഒറ്റ റിങ്ങിൽ ഫോൺ എടുക്കും. എപ്പോഴും ഞാൻ ഈ മനുഷ്യൻ ഉറക്കൂലേ. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ എത്തി, ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ കേരള അടിയിലാണ് ഏറ്റവും ടോപ്പിലെത്തി. അത് കണ്ടപ്പോൾ എൻ്റെ സുഖം മനസ്സിന്. ഞാനായാലും കോമൺലി കേട്ടിരുന്നത് ലഡാക്ക് പോവുക, അല്ലെ മണാലി പോവുക, ഇത് മാത്രമാണ്. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷെ ഒന്നല്ലാന്ന് നമുക്ക് ഈ ട്രിപ്പിലൂടെ മനസ്സിലായി. ശരിക്കും ഓരോ ദിവസവും വണ്ടി എടുത്ത് കാലത്ത് കയറി തണുത്ത് ഞാൻ പറഞ്ഞില്ലേ, വണ്ടി കയറി ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ 50 ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ഇങ്ങടെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. കൊണ്ടേ കുടച്ചെത്തുമ്പോൾ കിളി പോയി തുടങ്ങും. അങ്ങനത്തെ സ്പോട്ട് അല്ലേ. അതായത് ഒരാളില്ല, നമ്മളിപ്പോൾ ഞങ്ങൾ 4 പേരും അവനും, ചിലപ്പോൾ വല്ല നാട്ടുകാരുണ്ടെങ്കിൽ 2-3 പേര്, അത്ര തന്നെ. Thank you so much. Thanks a lot. ഇതെങ്ങനെ ടൂറിൻ്റെ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാശ്മീർ പോകണം, കാശ്മീർ ശരിക്കും ഹിമാലയ ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ള ലെവലിലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് 5 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 മാസമായിട്ടുള്ള കല്യാണം ഉണ്ട്. അപ്പോൾ 4 മാസം കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു എന്തായാലും പോവാം നല്ല സെറ്റപ്പിലായിരുന്നു. പോവാന്ന് തീരുമാനിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഫുള്ള് ഗൂഗിളിൽ അടിച്ച് നോക്കുക, മാപ്പ് അടിച്ച് നോക്കുക, എങ്ങടെ പോകേണ്ടതെന്ന് നോക്കുക. നമ്മളെ മൈൻഡിൽ എന്താണ്, ഇവിടുന്ന് വണ്ടി എടുക്കുക, 4 ദിവസം കൊണ്ട് കാശ്മീർ എത്താം, കാശ്മീരിൽ തിരിച്ചു പോരാ, ഇത്രയ്ക്ക് ഞങ്ങൾക്ക് അറിയുള്ളൂ. വേറെ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. പിന്നെ പല കുറേ ട്രാവൽ വീഡിയോസ് കാണും, കാര്യങ്ങൾ കാണും, അങ്ങനെയൊക്കെ ആകും. അപ്പോൾ എൻ്റെ ശരിക്കും ഒരു കസിൻ വഴിയാണ് ഇവിടുത്തെ ട്രിപ്പൻസിൻ്റെ കോൺടാക്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പോകാനായിട്ട് പ്ലാൻ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ ഞങ്ങൾ കഴിഞ്ഞ മാസമല്ല ഫെബ്രുവരിയിലാണെങ്കിൽ ഞങ്ങൾ പോണേക്കാട്ട് ഒരു 1 വീക്ക് മുന്നേ ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എല്ലാവരും ടീം ഉണ്ടാവും, ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ പ്രിപ്പയർ ആയിരുന്നില്ല ശരിക്കും പോകാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ടായിരുന്നതാണ്, ഫാമിലി ഫ്രണ്ടാണ്, ബെഞ്ചോ എന്നാണ് പേര്, വൈഫാണ്. അപ്പോൾ ഇവർക്കും കുറച്ച് ഡേറ്റ്, ഇവരും കല്യാണം കണ്ടിട്ട് 4 മാസമായിട്ടുള്ളൂ. അവളുടെ വീട്ടിലെ പെരുന്നാളിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായി, ഇനി ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെയാണ് കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബ്രോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനായിട്ട് വല്ല നിവൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുഴപ്പമില്ല, ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറയുമ്പോൾ 14-ാം തീയതി കഴിഞ്ഞ മാസം 14-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്നു. നിങ്ങൾ ട്രിപ്പൻസിൻ്റെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നിട്ട് അവരൊക്കെ അവരെ ക്രൂവിനെ മീറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ചാർട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ജസ്റ്റ് ഇവിടെ 4 ദിവസം കൊണ്ട് ഇവിടെ എത്തണം, അവിടെ തിരിച്ച് പോരണം, ഇത് മാത്രമുള്ള മൈൻഡില്ല, വേറെ ഒന്നുമില്ല, കുറേ വണ്ടി ഓടിക്കണം, ഇത് മാത്രം മൈൻഡിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആ ഗ്രൂവിനെ ഇരുന്ന് ആലോചിച്ച് ഒരു അരമണിക്കൂറിൽ നല്ലൊരു ഐഡിയ കിട്ടിയില്ല ശരിക്കും. ഒരു അരമണിക്കൂർ കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും നല്ലൊരു ഐഡിയ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് ഇന്ന സ്ഥലത്ത് പോകാം, നെക്സ്റ്റ് ഇവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു മാപ്പ് ഉണ്ടാക്കി തന്നു നമുക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ശരിക്കും ആ ഒരു മാപ്പ് കിട്ടിയപ്പോഴാണ് ശരിക്കും ട്രിപ്പ് ഓണായത് അല്ലേ. നമ്മൾ ഇത്രയും എനിക്ക് തോന്നുന്നൊരു 4000 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ, 4000 വൺ സൈഡ് 4000 കിലോമീറ്റർ നമ്മൾ വെറുതെ വണ്ടി ഓടിച്ച് പോയിട്ട് അവിടെ അത് കാണാമല്ലോ. പോണ വഴിക്ക് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് പോകണതല്ലേ അതിൻ്റെ ഒരു ഇത്, നമ്മളെന്തായാലും പോകണതല്ലേ മെനക്കിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി തന്നു. പിന്നെ സ്പോട്ടുകളൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്, അവിടെ പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്തു. അങ്ങനെ അതുമെന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറയും ഇന്ന ഗോവയിൽ ഇന്ന സ്ഥലം വേണം, അത് വേണം, ഇത് വേണം എന്നിട്ട് കുറേ ബുദ്ധിമുട്ടിച്ച്, അതേ കേസ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 14-ാം തീയതി തൊട്ടിട്ട് ഇന്ന് വരെ, ഇന്ന് 11-ാം തീയതി വരെ ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കൂടി ഉണ്ട് ട്രിപ്പൻസ്. അതായത് ചേട്ടനൊക്കെ ചേട്ടൻ ഒക്കെ എനിക്ക് അത്ഭുതമായി. 3 മണിക്ക് പുലർച്ചെ 3 മണി 4 മണിക്ക് ഒറ്റ റിങ്ങിൽ ഫോൺ എടുക്കും. എപ്പോഴും ഞാൻ ഈ മനുഷ്യൻ ഉറക്കൂലേ. സംഭവം ഞങ്ങൾ ഫാമിലിയാണ്, ഞങ്ങളെ കൂടെ ടെൻഷൻ വരുമായിരുന്നു അല്ലേ. ഞങ്ങൾ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് എന്താണ് ഇവിടുന്ന് പിടിക്കാൻ അവിടെ എത്താം, വേറെ മൈൻഡിലൊന്നുമില്ല.
അങ്ങനെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഗോവയ്ക്ക് വിട്ടു. ഗോവയ്ക്ക് വിട്ടിട്ട് ഉച്ചയ്ക്ക് എത്തിയെന്നുള്ളേ 15-ാം തീയതി ഉച്ചല്ല, ഒരു വൈകുന്നേരം എത്തി. ദിവസക്കാർ എക്സ്പ്ലോർ ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, അതായത് ഓരോ ദിവസവും കാലത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എവിടേക്ക് പോകണം, എത്ര ടൈം സ്പെൻഡ്, എത്ര ട്രാവൽ ചെയ്യണം, എത്ര ദൂരം ട്രാവൽ ചെയ്യണം, എത്ര മണിക്ക് ലഞ്ച് കഴിക്കണം, ആ കാര്യങ്ങൾ കറക്റ്റ് ചാർട്ട് ചെയ്തിട്ട് നമുക്ക് കാലത്ത് എനിക്ക് വാട്സപ്പിലുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നുമില്ല, ഇത് നോക്കാൻ പോവുക കാര്യങ്ങൾ. ശരിക്കും പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് കണ്ടമാനം കിലോമീറ്റർ നമ്മൾ ഫ്യൂവലിൻ്റെ കേസ് നോക്കുമ്പോൾ കണ്ടമാനം ലാഭം അതിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഗോവയിൽ പോകണം, വാഗ ബീച്ച് പോകണം, മറ്റേ ബീച്ച് പോകണം, നമുക്കൊരു ഏറെ ഐഡിയ ഒന്നും ഇല്ല അന്ന് പോകാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് തന്ന് ആൾ ശരിക്കൊരു ചാർട്ടാക്കി തന്ന് ഒരു PDF ഫയൽ അയച്ചു തരും. ആ ഫയൽ നോക്കിയിട്ട് കറക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ട്രാക്കിൽ എത്തും നമ്മൾ. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരിക്കലെത്തപ്പെടാത്ത അവസ്ഥയിലായി പോയേനെ അല്ലേ. ആ വൈകുന്നേരം എത്തുമ്പോൾ റൂം പിടിക്കും. കാരണം ഫാമിലി ഉള്ളതാണ്. കാരണം ബാച്ചിലേഴ്സ് ആകുമ്പോൾ തന്നെ വിഷയമില്ല, എവിടെയൊക്കെ റോഡ് സൈഡിലും കിടന്നെല്ലാം വിഷയമില്ല. ഫാമിലി ഉള്ളതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേനും റൂം പിടിക്കാനുള്ള സെറ്റപ്പ് എത്തും. അങ്ങനെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചാർട്ട് ചെയ്യാനായിട്ട് പറ്റി. അതൊരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ആയിരുന്നു. കാരണം നമുക്കൊരു ധൈര്യം ആയിരുന്നു, എവിടെ പെട്ടിട്ടുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞൊരു കോൺടാക്റ്റ് ഉണ്ടായല്ലോ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഭാഷയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഈ ദിവസം വരെ എല്ലാവരും ഇപ്പോൾ ശരിക്കും പറയുമ്പോൾ ഒരു ഇതിലല്ല, പേഴ്സണലായിട്ട് തന്നെ എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി അല്ലേ. ഫുൾ ടൈം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 4 പേരല്ലെങ്കിലും 5-6 പേരുള്ള പോലെയാണ് ക്രൂവിൽ, വണ്ടിയിൽ ഫുൾ ടൈം വിളിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, 3 മണിക്ക് വിളിച്ചാലാണ്, രാത്രി വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും ഓണാണ് ഫുള്ള്. പിന്നെ ഈ സിഗ്നൽ കിട്ടാത്ത ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വേറെ ഒക്കെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പിന്നെന്താണ് കാശ്മീർ. അയ്യോ, ഞാൻ നേരത്തെ വീഡിയോയിൽ വേണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്ന ഒന്നെങ്കിൽ ഒരു ദിവസം കാശ്മീർ പോകണമെന്ന് അല്ലേ. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ എത്തി, ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ കേരള അടിയിലാണ് ഏറ്റവും ടോപ്പിലെത്തി. അത് കണ്ടപ്പോൾ എൻ്റെ സുഖമാണ് മനസ്സിന്. കാശ്മീർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ഞാനായാലും കോമൺലി കേട്ടിരുന്നത് ലഡാക്ക് പോവുക അല്ലേ, മണാലി പോവുക, ഇത് മാത്രമാണ് ആകുള്ളൂ. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷെ ഒന്നല്ലാന്ന് നമുക്ക് ഈ ട്രിപ്പിലൂടെ മനസ്സിലായി. ശരിക്കും ഓരോ ദിവസവും വണ്ടി എടുത്ത് കാലത്ത് കയറി തണുത്ത് കുറച്ചാൽ പറഞ്ഞില്ലേ, വണ്ടി കയറി ഒരു 10-50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ 50 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ എങ്ങടെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. കൊണ്ടേ കുടച്ചെത്തുമ്പോൾ കിളി പോയി തുടങ്ങും. അങ്ങനത്തെ സ്പോട്ട് അല്ലേ. അതായത് ഒരാളില്ല, നമ്മളിപ്പോൾ ഞങ്ങൾ 4 പേരും അവനും, ചിലപ്പോൾ വല്ല നാട്ടുകാരുണ്ടെങ്കിൽ 2-3 പേര്, അത്ര തന്നെ. നമുക്ക് എന്തും ചെയ്യാം, അടിച്ച് പൊളിക്കുക, കാര്യങ്ങൾ ചെയ്യാം. ശരിക്കും അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടിയാൽ മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടേതായ സ്പേസ് കിട്ടും, എൻജോയ് ചെയ്യാൻ പറ്റില്ല. മണാലി പോയിട്ട് അവൻ തന്നെ, ഞാൻ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ ടെറൈൻസിനോടുള്ള ഡ്രൈവിങ് കിട്ടി, റോഡ് കിട്ടി, ഡെസേർട്ട് കിട്ടി, രാജസ്ഥാനിൽ പോയിട്ട് ഡെസേർട്ടിൽ കിട്ടി, സാംബോ ലേക്ക് കിട്ടി, ബിസിനസ് നടത്തി. പിന്നെ അതുപോലെ സ്നോ കോഡ് റൈഡ് കിട്ടി അല്ലേ, റെയിൻ മഴ കിട്ടി, എല്ലാം കിട്ടി. ആകെ ഹാപ്പിയാണ്, ആകെ മൊത്തം ടോട്ടൽ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെന്താണ്, ഇതാണ് മെയിൻ. പിന്നെന്താണുള്ളത്, പിന്നെ റൂമിൻ്റെ കേസ് അത് പക്കയായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 2 ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ബഡ്ജറ്റ് എത്രയാണ്, എന്ന സൈസിൽ റൂം വേണം, കാര്യങ്ങൾ വേണം. അത് കറക്റ്റ് നമ്മളുടെ ആ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ, ഒരിക്കലും മേലോട്ട് കയറില്ല, താഴോട്ട് തന്നെ, ആ ഉള്ളിൽ നിന്നിട്ട് തന്നെ ഏറ്റവും നല്ല റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. പിന്നെ എന്താ ഗൈഡിങ് സംവിധാനം, അത് എടുത്തു പറയേണ്ടത് തന്നെയാണല്ലേ. കിട്ടി റെസ്റ്റോറൻറ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ മോസ്റ്റ്ലി ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ കുറേ ഫുഡ്, കപ്പ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് ശരിക്കും ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ അതിന് നേരത്തെ തീം പറയണത് 1 hour ബ്രേക്കിന് തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുക്കാറില്ല. വണ്ടിയിൽ കെറ്റിൽ വെള്ളം ചൂടാക്കും, വേഗിലൊഴിക്കുക, കഴിക്കുക, പോവുക, റണ്ണടിക്കുക, വീണ്ടും പോവുക. ഇതന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങൾ. ഇവിടെ നിന്ന് പോയിട്ട് എങ്ങനെയെങ്കിലും എത്താനുള്ള മൈൻഡ് മൊത്തം കാശ്മീരാണ്. എങ്ങനെയാവും, മഞ്ഞ് കിട്ടുമോ മനസ്സിൽ. ശരിക്കും ശ്രീനഗറിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ തണുപ്പുള്ളല്ലോ, മഞ്ഞൊന്നും കാണാനില്ലല്ലോ, ആകെ സ്പൈ സംഭവം. പിന്നെ ഇല്ല, ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ പോയതിൽ ഇപ്പോൾ ഇത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ പോലീസുകാർക്ക് ഭയങ്കര ഇത് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്ന് വരാണോ എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. കുറേ പേര് വന്ന് പോലീസുകാരൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് പോയി, ഒപ്പം ഫോട്ടോ എടുത്ത് പോയി, കോൺടാക്ട് തരാം, എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറയാം. അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു.
പിന്നെ ബാഡായിട്ട് ഒന്നും കിട്ടിയില്ല. പോലെ കാശ്മീർ ഇറങ്ങുമ്പോൾ 2 ദിവസം പോസ്റ്റ് കിട്ടി. റോഡ് ബ്ലോക്ക്. ഒരു വാൻ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയത് കൂടെ. ഒരു വണ്ടിയുള്ളിൽ 4 പേർക്ക് അങ്ങനെ കഴിയാന്ന് മനസ്സിലായി. സേഫ് ആയിരുന്നു, കുഴപ്പമില്ല. അത്യാവശ്യം വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ ബാക്ക് ഫാമിലീസ് ഉണ്ടായിരുന്നു. 5-6 കിലോമീറ്റർ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. അമൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പൻസ് എപ്പോഴും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതുള്ളതിൽ അപ്പോൾ വിളിച്ചാൽ തന്നെ ഉടനടി ഫോൺ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇവൻ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഹൈദരാബാദിൽ നേരെ ഗോവയ്ക്ക് പോകാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു പോവാം, എല്ലാം ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് ഭാഗം കൂടി, അതെ അതിൻ്റെ എന്തിൻ്റെ റിസ്ക്കും കൂടി നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ എടുത്ത് പാടാൻ ഓക്കെ പൊക്കോളാൻ പറഞ്ഞുള്ള സെറ്റപ്പില്ല. അതിൻ്റെ റിസ്ക്കും കൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ റിസ്ക് ആണെങ്കിൽ വേണ്ട അത് ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് നേരെ ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു അല്ലേ 2 ദിവസം. പക്ഷെ ഗോവ തന്നെയായിരുന്നു എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഗോവയിലെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി കാണാൻ തോന്നി. അത്യാവശ്യം പോയി, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മൈൻഡിൽ ഫുള്ള് കാശ്മീരാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം, അവിടെ എത്തണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഗോവയിലാണെങ്കിൽ ട്രെയിനിലാണ് ഫ്ലൈറ്റ് പോയാലോ അത്യാവശ്യം പോയാലോ. ഇനിയൊരു ഞാൻ 5-6 മാസത്തേക്ക് വീട്ടിൽ നിന്നിട്ടില്ല. അതെ, ഇനി ലോക്കാണ് ബിസിനസ് ആയതുകൊണ്ട് ഇങ്ങനെ ഹണിമൂണും കൂടിയും ഇതെല്ലാം ഉൾപ്പെട്ടു. വിളിക്കും ഞാനിപ്പോ കടടയ്ക്ക്. പിന്നെ ഞങ്ങൾ കാശ്മീരിൽ പോയിട്ട് ഒരു സാധനം ട്രൈ ചെയ്തു. എന്നിട്ട് അതിന്റെ പേര് അല്ല എന്താ കാശ്മീർ റെസ്റ്റോറന്റ്, അത് അവൻ കൊണ്ടുപോയതാ. അതല്ല മറ്റേ മട്ടന്റെ മറ്റേ ഹോട്ടലിൽ കയറിയത് മട്ടൻ്റെ അത് കശ്മീരല്ല. ഞങ്ങൾ പറഞ്ഞേ എന്താണ് എല്ലായിടത്തും ഞങ്ങൾ സ്പെഷ്യൽ ട്രൈ ചെയ്തു. ഫുഡ് സ്പെഷ്യൽ ട്രൈ ചെയ്തു. അവിടെ പോയപ്പോൾ ഒരു സാധനത്തിൽ കൊണ്ടുപോയി ലാസ്റ്റ് മതിയൊക്കെ എനിക്ക് കൊണ്ടു ഫുള്ള് മട്ടൻ. എന്താ മുഗളോ എന്താ മുഗൾ ദർബാർ. ഞാൻ പറഞ്ഞേ ഞാനെല്ലാം പറഞ്ഞു സപ്പോർട്ട് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാറുണ്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ടാക്കി പോവുക. അതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ട്രിപ്പാണ്. ചെറിയ ട്രിപ്പുകൾ പോകുകയാണെങ്കിലും ഇത്രയും ലോങ് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറിച്ച് ഐഡിയ ഇല്ല. കുറേ പറഞ്ഞ പോലെ വീഡിയോസ് കാണും കാര്യങ്ങൾ കാണും. പക്ഷെ അവർ പോകണത് ഏത് പ്ലാൻ വെച്ചിട്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ലല്ലോ. മൊത്തത്തിലെല്ലാം പൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞില്ലേ എല്ലാം കിട്ടി. പറഞ്ഞ പോലെ മഞ്ഞ ഇതെല്ലാം കിട്ടി, റോഡിൽ കിടക്കുന്ന ചായം കിട്ടി, വാൻ ലൈഫും കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങളോട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ പോയത്, ഫാമിലി വെച്ച് ഇങ്ങനെ ഇത്ര ദൂരം എങ്ങനെ പോയെന്ന് ചോദിച്ചു കുറേ പേര് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ബാച്ചിലേഴ്സ് ആയാലും പ്ലാൻ ചെയ്യുന്നവരുണ്ട്.